പതിരാന തിരിച്ചെത്തിയതോടെ സി എസ് കെ ടീം ശക്തരായിരിക്കുകയാണ്. ഇന്ന് 4 വിക്കറ്റാണ് പതിരാന നേടിയിട്ടുണ്ടായിരുന്നത്. താരത്തിന് തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. മുംബൈ ടീമിൻ്റെ നടുവൊടിച്ചത് പതിരാനയായിരുന്നു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി പതിരാന പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തെ ചെന്നൈ മുംബൈ മാച്ച്. ലാസ്റ്റ് ചെന്നൈ കളി ജയിച്ചു. രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പാഴായി. ഇന്ന് കളി ജയിച്ച് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി പതിരാന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ചെന്നൈ ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിനാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്കിന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചു. ധോണി ഭായ് പറയുന്നത് പോലെയാണ് ഞാനിന്ന് പന്തെറിഞ്ഞത്. എനിക്ക് ധോണിക്ക് കീഴിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. കാരണം ധോണി ഒരു ഇതിഹാസ താരമാണ്. ധോണിയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് ധോണിക്ക് സമർപ്പിക്കുന്നു. എനിക്കിപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ലഭിക്കാൻ കാരണം അത് ധോണിയാണ്. മുംബൈയെ പോലെ ഒരു വലിയ ടീമിനെതിരെ ഇതുപോലത്തെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഞാൻ ഇതേ ബൗളിംഗ് പുറത്തെടുക്കുമെന്ന് പതിരാന വ്യക്തമാക്കി. പതിരാന പോലും ധോണിയെ പറ്റിയാണ് പറയുന്നത്. തൻ്റെ അവാർഡ് ധോണിക്ക് കൊടുക്കുകയാണ് പതിരാന ചെയ്തത്. അതിന് കാരണം ധോണിയുടെ തന്ത്രങ്ങൾ തന്നെയാണ്. പതിരാനയെ ഇന്ന് കാണുന്ന താരമാക്കിയത് ധോണിയാണ്. ധോണി നൽകിയ സപ്പോർട്ടാണ് പതിരാനയുടെ ബൗളിംഗ് തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത്. മുംബൈയും ചെന്നൈയും നേർക്കുനേർ വരുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആവേശ മത്സരമാണ് ഇന്ന് കണ്ടത്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. എന്നിട്ടും മുംബൈക്ക് ജയിക്കാൻ സാധിച്ചില്ല. സൂര്യ ഡെക്കിൽ പുറത്തായതാണ് മുംബൈക്ക് പണിയായത്. പക്ഷേ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് ധോണിയുടെ 3 സിക്സ് ആണ്. അതും ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണ് ഹാട്രിക് 6 ധോണി നേടിയത്. അതില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ന് മുംബൈ കളി ജയിച്ചേനെ. ചെന്നൈ ടീമിന് മികച്ചൊരു ടാർഗറ്റ് സമ്മാനിച്ചത് ധോണിയുടെ ലാസ്റ്റ് ഓവറിലെ 3 സിക്സ് ആണ്. അപ്പോൾ ഇന്ന് മുംബൈ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.